ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫൈവറിലൂടെ ഒരു ഓർഡർ ഡെലിവറി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് എങ്ങനെ ഓർഡർ ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഡെലിവറി നോട്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഈ ഓർഡർ ലേറ്റായിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. അതെൻ്റെ കുഴപ്പമില്ല. ഇപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ ആദ്യം ഡെലിവറി ചെയ്തു. പക്ഷേ ഇവർക്ക് 2 റിവിഷൻ ഉണ്ടായിരുന്നു. ആ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ലേറ്റ് ആയതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ ഓർഡർ ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്, അതായത് ടൈം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഡെലിവറി ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ 3 ദിവസമാണ് ഡെലിവറി ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഡെലിവറി ചെയ്യുക. ഇപ്പോൾ ഡെലിവറി ചെയ്തതിന് ശേഷം എന്തെങ്കിലും റിവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ലേറ്റായിട്ട് ഡെലിവറി ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളുടെ ഡെലിവറി ടൈമും റെസ്പോൺസ് ടൈമും എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷേ ആദ്യം നിങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ, ഒരു ഓർഡർ ആദ്യം ഡെലിവറി ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ ഡെലിവറി ചെയ്യുക. റിവിഷൻസ് ഉണ്ടായിട്ട് ഇതുപോലെ ലേറ്റ് ആവുകയാണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഓർഡർ ഇപ്പോൾ $120 ഓർഡറാണ്, ഒരു ആനിമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്കിവിടെ കാണാം, അദ്ദേഹം ഇപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിന് ഡെലിവറി ചെയ്തു. അദ്ദേഹം ഒരു റിവിഷൻ തന്നിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും റിവിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2 റിവിഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. 2 റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഡെലിവറി ചെയ്യാൻ പോകുന്നത്. ഈ റിവിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് റിവിഷനെ കുറിച്ച്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് ഡെലിവറി ചെയ്യാം. ഇപ്പോൾ ആദ്യം ഒരു വീഡിയോ നിങ്ങൾ ഒരു ക്ലയൻറ്റിന് ഡെലിവറി ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലൊരു ഡെലിവറി നോട്ടാണ് കൊടുക്കേണ്ടത്. യുവർ ഓർഡർ ഈസ് റെഡി, പ്ലീസ് ഫൈൻഡ് ദി അറ്റാച്ച്ഡ്. ഞാനിപ്പോൾ വീഡിയോ ആയിരുന്നു, ഇവിടെ വീഡിയോ എന്ന് ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ള ഫയൽസ് ഒക്കെ ആണെങ്കിൽ പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്ഡ് പ്രൂഫെന്നോ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് എക്സൽ ഫയലിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വീഡിയോക്ക് പകരം ആഡ് ചെയ്യാം. എന്നിട്ട് ഇഫ് യു ഹാവ് എനി മോർ പ്രോജക്ട്സ് ഇൻ ഫ്യൂച്ചർ പ്ലീസ് ഡു ലെറ്റ് മീ നോ. താങ്ക്സ് ഫോർ ചൂസിങ് മീ ആൻഡ് ഹാവ് ആൻ ഓസം ഡേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് സാധാരണ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആദ്യമെല്ലാം നമുക്ക് റിവ്യൂ എല്ലാം ചോദിച്ചിട്ട് ഡെലിവറി ചെയ്യാമെന്ന്. ഞാൻ ആദ്യമൊക്കെ കൊടുത്തിരുന്നത് യുവർ ഓർഡർ ഈസ് റെഡി, പ്ലീസ് ഫൈൻഡ് ദി അറ്റാച്ച്ഡ് ഫയൽ, ഇഫ് യു ക്യാൻ പ്ലീസ് പ്രൊവൈഡ് എ 5-star റിവ്യൂ ആൻഡ് ഓസം ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ റൂൾ അനുസരിച്ച് നമുക്ക് അതുപോലെ റിവ്യൂസ് ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. അത് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ തരണമെന്നാണ് ഇപ്പോൾ പുതിയ റൂൾ, ഫൈവർ റൂൾ പറയുന്നത്. അപ്പോൾ റിവ്യൂ എന്ന വാക്കോ അല്ലെങ്കിൽ നമുക്ക് ഒരു 5-star തരണമെന്നോ ഒന്നും നിങ്ങൾ ഈ ഡെലിവറി നോട്ടിൽ ആഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വാർണിംഗ് വരും, അല്ലെങ്കിൽ അക്കൗണ്ട് ബാൻ ആകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡെലിവറി നോട്ട് വളരെ അധികം ശ്രദ്ധിക്കണം. ഇവരുടെ അൽഗോരിതം നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ വേർഡ്സും ഫിൽട്ടർ ചെയ്തെടുക്കും. അത് നിങ്ങൾ സൂക്ഷിക്കുക. ഇത് ഏകദേശം ഇതുപോലെ സാധാരണ ഒരു ഡെലിവറി നോട്ട് അയക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി 2 പ്രാവശ്യം റിവൈസ് ചെയ്തത് കാരണം ഇനി ഞാൻ ഡെലിവറി ചെയ്യുമ്പോൾ ഇതുപോലൊരു ടെക്സ്റ്റോ അല്ലെങ്കിൽ നോട്ടോ എല്ലാം കൊടുത്താൽ മതി. ഹിയർ ഈസ് എ റിവൈസ് വീഡിയോ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ട് കൊടുക്കുക. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ വീണ്ടും ചെയ്ത് ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ ഇവിടെ ഡെലിവർ വർക്ക് എന്ന് പറഞ്ഞ ഒരു ബട്ടണായിരിക്കും വരുന്നത്. ഇപ്പോൾ റിവിഷൻ ഇതിലുള്ളത് കാരണം ഡെലിവർ മോഡിഫൈഡ് വർക്ക് എന്നുള്ള ബട്ടണാണ് എനിക്ക് വരുന്നത്. അതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് വർക്ക് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 75.12 MB ഉണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ഫൈവറിലൂടെ തന്നെ മാക്സിമം 1 GB ഫയൽ അപ്ലോഡ് ചെയ്യാം. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും സൈസുള്ള ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫൈവറിൻ്റെ സെർവർ ഇപ്പോൾ ഡൗൺ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫയൽ അപ്ലോഡിംഗ് സൈറ്റുകൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മെഗാ അപ്ലോഡ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ഡ്രോപ്പ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒരു യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ഫയൽസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഫയൽ, ഇപ്പോൾ വലിയ ഫയലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ലിമിറ്റ് ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ചില ടൈമിനൊക്കെ ഫൈവറിൻ്റെ ഈ സെർവർ ഡൗൺ ആയിരിക്കും, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് ടൈമിന് ഫയലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പണിയാവും, ലേറ്റ് ആവും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ഫയൽ അപ്ലോഡിങ് സൈറ്റുകൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫയൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഫയൽസും ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇവിടെ കേഴ്സർ വെക്കുമ്പോൾ ഷെയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കോപ്പി ലിങ്ക് എന്ന് കാണും. ഇപ്പോൾ പുതിയൊരു ഫയലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും, ഇവിടെ തന്നെ വരും. അതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് രണ്ടാമത് ഈ ഓപ്ഷൻ വരുന്നത്, കോപ്പി ലിങ്ക്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇത് ലിങ്ക് ക്രിയേറ്റ് ചെയ്തത് കാരണം കോപ്പി ലിങ്ക് എന്നാണ് വരുന്നത്. ഇവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ താഴെ ഓൾറെഡി കോപ്പീഡായി. ഇനി നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ആ ലിങ്ക് ഇവിടെ വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലിങ്ക് എല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
ഡെലിവറി നോട്ടിൽ ചെറിയ വ്യത്യാസമെല്ലാം വരുത്തണം. പ്ലീസ് ഡൗൺലോഡ് ദ ഫയൽ ഫ്രം ദ ബിലോ ഡ്രോപ്പ് ബോക്സ് ലിങ്ക് എന്നോ അപ്പം വേറെ ഏതെങ്കിലും സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ പേര് കൊടുത്തിട്ട് ചെറിയൊരു ഡെലിവറി നോട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനൊരു ടെക്സ്റ്റ് മാത്രം കൊടുക്കുന്നുള്ളൂ. ഹിയർ ഈസ് റിവൈസ് വീഡിയോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. കാരണം 2 പ്രാവശ്യം ഞാൻ റിവൈസ് ചെയ്ത കാരണമാണ് വീണ്ടും ഡെലിവറി നോട്ടൊന്നും കൊടുക്കാത്തത്. ഓക്കെ, ഇപ്പോൾ അപ്ലോഡ് ആയി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാം. മറ്റുള്ള ഫയലാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഫൈവർ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം പോർട്ട്ഫോളിയോ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ആയിട്ടുണ്ടാവും. ഇനി ആകെ ചെയ്യേണ്ടത് ഡെലിവറി വർക്ക് എന്ന് പറഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഈ പേജ് ഓപ്പൺ ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ സെർവർ ഡൗൺ ഒക്കെ ആണെങ്കിൽ അപ്ലോഡ് ചെയ്ത് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അത് കാരണം 2-3 മിനിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഡെലിവറി ചെയ്ത മറ്റൊരു ഓർഡർ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിൻ്റെ ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് $225 ആയിരുന്നു. ഒരു ആനിമേഷൻ വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ ഡെലിവറി ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റിവിഷൻ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെലിവറി ചെയ്ത പ്രോഡക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പോൾ ക്ലയൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. അതിനെയാണ് ഈ റിവിഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സാധാരണ വീഡിയോസിനെല്ലാം 2 റിവിഷൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കൊക്കെ ആണെങ്കിൽ 1 റിവിഷൻ മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നോർമലി എൻ്റെ ഒരു സർവീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2 റിവിഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. റിവിഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓർഡർ കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ റിവിഷൻ 0 കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ക്ലയൻറ്റിനും ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണ് കൊടുക്കുന്നത്, അവർക്ക് ചേഞ്ചസ് വേണമെങ്കിൽ അവരെന്ത് ചെയ്യും എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ മിനിമം നിങ്ങൾ 1 റിവിഷനെങ്കിലും ഒരു പ്രോഡക്റ്റിന് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു റിവിഷൻ കൊടുത്തു. ആ റിവിഷൻ ഞാൻ സബ്മിറ്റ് ചെയ്തു, വീണ്ടും അദ്ദേഹത്തിന് ചെറിയൊരു റിവിഷൻ കൂടി ഉണ്ടായിരുന്നു. അതും ഞാൻ സബ്മിറ്റ് ചെയ്തു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടമായി. എനിക്ക് 5 സ്റ്റാർ റിവ്യൂവും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം $9.77 എനിക്ക് ടിപ്പായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ടിപ്പ് തരും. അപ്പോൾ ടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് $5 മിനിമം $5 എന്തായാലും നിങ്ങൾക്ക് കിട്ടും. എനിക്കിപ്പോൾ കിട്ടുന്നത് $10 അല്ലെങ്കിൽ $20-40 ഒക്കെയാണ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് ടിപ്പ് കിട്ടിയിട്ടുള്ളത് $100 ആണ് ഒരു ബയ്യറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 5 സ്റ്റാർ റിവ്യൂവും അതുപോലെ തന്നെ ടിപ്പും ലഭിക്കുന്നതാണ്. 5 സ്റ്റാർ റിവ്യൂ നിങ്ങൾ മാക്സിമം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ റാങ്കിങ് കൂടുകയും നിങ്ങളുടെ ഗിഗ് ഫ്രണ്ട് പേജിൽ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തു കൊടുക്കുക. നല്ല രീതിയിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഓർഡേഴ്സ് ആ സെയിം ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പുതിയ ക്ലയൻറ്റിൻ്റെ ഓർഡേഴ്സ് ഒന്നും ലഭിച്ചില്ലെങ്കിലും ആ സെയിം ക്ലയൻറ്റ് തന്നെ വീണ്ടും നമുക്ക് ഓർഡേഴ്സ് തരും. അതുപോലെ ഒരുപാട് റിട്ടേണിങ് ക്ലയൻറ്റ്സ് എൻ്റെ ഈ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡെലിവറി ചെയ്യുന്ന വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.